മക്കളെ, നമ്മൾ കാലത്ത് എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നൂറുകണക്കിന് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ് അല്ലേ? ചെറുതും വലുതുമായ പല തീരുമാനങ്ങളും നമ്മൾ എടുക്കും. അപ്പോൾ ഈ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം പറയാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. തീരുമാനം നമുക്ക് എന്തും എടുക്കാം. അപ്പോൾ ഈ എടുക്കുന്ന തീരുമാനത്തിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ: ഞാൻ ഈ എടുക്കുന്ന തീരുമാനം കൊണ്ട് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ എനിക്ക് പേഴ്സണലായിട്ടോ എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് ചിന്തിക്കുക. ഇനി ഇത് എടുക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഉപദ്രവമുണ്ടോ എന്ന് ചിന്തിക്കുക. ഈ രണ്ട് കാര്യം ചിന്തിച്ചിട്ട് ആർക്കും ഉപദ്രവമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ, നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തീരുമാനമെടുക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, കൂട്ടുകാർ പറയണേ വാടാ നമുക്ക് സിഗരറ്റ് വലിക്കാൻ പോകാം. അതൊന്ന് ചിന്തിച്ച് നോക്കിയേ. അത് വലിക്കണോണ്ട് എനിക്ക് ആരോഗ്യത്തിന് വല്ല പ്രശ്നമുണ്ടോ, സാമൂഹികമായി അതിന് വല്ല പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ തീരുമാനം നോ എന്നായിരിക്കണം. അല്ല, നമ്മളായി എടുക്കുന്ന തീരുമാനം കൊണ്ട് എന്തെങ്കിലും നമുക്കൊരു ആരോഗ്യത്തിനോ വീട്ടിനോ കുടുംബത്തിനോ നാട്ടിനോ ഒരു ഉപകാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കുന്നതിൽ അത് തെറ്റല്ല എന്നാണ് ഞാൻ പറയുക. അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ ഏത് ലൈൻ എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടെ നമ്മൾ ഇല്ലെങ്കിൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ട കാര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ തീരുമാനത്തിൻ്റെ കൂടെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ, കൂട്ടുകാരുടെ, അതുപോലെ മാതാപിതാക്കളുടെ, ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു താല്പര്യം നമുക്ക് ചോദിച്ചറിയാം, അവരുടെ സജഷൻ ചോദിച്ചറിയാം. പക്ഷേ അതൊക്കെ കൂട്ടിക്കിഴിച്ച് നമ്മുടെ ആയിരിക്കണം തീരുമാനം. കാരണം ജീവിതം നമ്മുടെയാണ്, നമ്മളാണ് ജീവിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഏറെക്കുറെ ശരിയായിരിക്കും. അതുപോലെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് മാതാപിതാക്കൾക്കും ഫ്രണ്ട്സിനും സഹായിക്കാൻ പറ്റാത്ത സമയത്ത് ഇപ്പോൾ നമുക്ക് നിയമപരമായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് ഇഷ്ടംമാതിരി സംവിധാനങ്ങളുണ്ട്. ചൈൽഡ് ലൈൻ, ORC എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുണ്ട്. അതും നിങ്ങൾ അറിയണം. അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത ചില തീരുമാനങ്ങൾ അവിടെ സംസാരിക്കാവുന്നതാണ്. അത് സ്കൂൾ കൗൺസിലർ മുഖേന ആയിരിക്കാം.